അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-alpha റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 30 ശനിയാഴ്ച. തെറ്റായ രേഖ ചമച്ച് അനർഹർ പെൻഷൻ പറ്റിയ സംഭവം ഗുരുതരമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. സംഭവത്തിൽ ഉൾപ്പെട്ട ആളുകളോട് വിശദീകരണം തേടുമെന്നും തെറ്റായ കാര്യം ചെയ്തവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. തെറ്റായ കാര്യങ്ങൾ ആര് ചെയ്താലും അവരെ അംഗീകരിക്കില്ല എന്ന നിലപാടല്ലേ സംഘടനകൾ സ്വീകരിക്കേണ്ടതെന്നും മന്ത്രി ചോദിച്ചു. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിനെതിരെ കൈക്കൂലി ആരോപണമുന്നയിച്ച് TV പ്രശാന്തൻ പരാതി നൽകിയിരുന്നോ എന്ന വിവരാവകാശ ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മറുപടി നൽകിയില്ലെന്ന് റിപ്പോർട്ട്. ഇരിക്കൂർ മണ്ഡലം മുസ്ലിം ലീഗ് നേതാവ് TN ഖാദർ നൽകിയ വിവരാവകാശ അപേക്ഷയാണ് തള്ളിയത്. പരാതിയുടെ കൃത്യമായ കാലയളവില്ലാതെ മറുപടി നൽകാൻ കഴിയില്ല എന്നാണ് വിശദീകരണം. മന്ത്രി സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗവുമായി ബന്ധപ്പെട്ട കേസ് കൊല്ലം ക്രൈംബ്രാഞ്ച് SP സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കും. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. SPക്ക് കീഴിലുള്ള സംഘത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന് തീരുമാനിക്കാമെന്നാണ് ക്രൈംബ്രാഞ്ച് മേധാവിയുടെ ഉത്തരവ്. മല്ലു ഹിന്ദു ഓഫീസേഴ്സ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ സസ്പെൻഷനിലുള്ള IAS ഓഫീസർ K ഗോപാലകൃഷ്ണനെ കുറ്റാരോപണ മെമ്മോ നൽകി. ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരനാണ് ഗുരുതര കുറ്റങ്ങൾ ആരോപിച്ച് മെമ്മോ നൽകിയത്. സംസ്ഥാനത്തെ IAS ഓഫീസർമാർക്കിടയിൽ വിഭാഗീയത സൃഷ്ടിക്കാൻ ശ്രമിച്ചു, അനൈക്യത്തിന്റെ വിത്തുകൾ പാകി, ഓൾ ഇന്ത്യ സർവീസ് കാഡറുകൾ തമ്മിലുള്ള ഐക്യദാർഢ്യം തകർക്കാൻ ശ്രമിച്ചു എന്നീ കുറ്റങ്ങളാണ് മെമ്മോയിൽ ആരോപിക്കുന്നത്. മെമ്മോയ്ക്ക് 30 ദിവസത്തിനുള്ളിൽ K ഗോപാലകൃഷ്ണൻ മറുപടി നൽകണം. CPM തരം താഴ്ത്തിയ പാലക്കാട്ടെ നേതാവ് PK ശശിക്കെതിരെ മണ്ണാർക്കാട് ഏരിയ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനം. ശശിയുടെ നിലപാടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് വോട്ട് കുറയാൻ ഇടയാക്കിയെന്നും മുസ്ലിം ലീഗ് ഭരിക്കുന്ന അരിയൂർ ബാങ്കിലെ അഴിമതി പുറത്തുകൊണ്ടുവരുന്നതിൽ വീഴ്ച പറ്റിയെന്നും ശശിയും ഭരണസമിതിയും തമ്മിലുള്ള ബന്ധമാണ് ഇതിന് കാരണമായതെന്നും CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പ്രസംഗത്തിൽ പറഞ്ഞു. ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായി സിസ തോമസിനെ നിയമിച്ച ഗവർണറുടെ നടപടി സ്റ്റേ ചെയ്യണമെന്ന സർക്കാർ ആവശ്യം ഹൈക്കോടതി നിരസിച്ചു. നിയമനം ചോദ്യം ചെയ്തുള്ള ഹർജി ഫയലിൽ സ്വീകരിച്ച സിംഗിൾ ബെഞ്ച് പിന്നീട് പരിഗണിക്കാനായി മാറ്റി. സാങ്കേതിക സർവകലാശാലയ്ക്ക് VCയെ നിയമിച്ചത് ചോദ്യം ചെയ്ത് സർക്കാർ നൽകിയ ഹർജിയിലും കോടതി സ്റ്റേ ആവശ്യം തള്ളിയിരുന്നു. സർവകലാശാലകൾക്ക് വൈസ് ചാൻസലർമാർ ഇല്ലാതിരിക്കുന്നത് നല്ലതല്ല എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ കാവ്യവൽക്കരണം നടപ്പാക്കാനുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നീക്കങ്ങൾ വെച്ചുപൊറുപ്പിക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഗവർണർക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് CPM നേതൃത്വം നൽകും. സർവകലാശാലകളിൽ തുടങ്ങി പൊതുസമൂഹത്തിൽ വരെ ഗവർണറുടെ ചെയ്തികൾ തുറന്നു കാണിക്കും വിധം ആശയപ്രചാരണത്തിന് രൂപം നൽകുമെന്നും MV ഗോവിന്ദൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഹേമ കമ്മിറ്റിയോട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്വീകരിക്കുന്ന തുടർ നടപടികൾക്കെതിരെ നടി മാല പാർവതിയുടെ ഹർജിയിൽ നോട്ടീസ് അയക്കുന്നതിനെ എതിർത്ത് WCC. സുപ്രീം കോടതിയിൽ നടി നൽകിയ ഹർജി അപ്രസക്തമാണെന്നും WCC വ്യക്തമാക്കി. ഹർജിയിൽ കക്ഷി ചേരാൻ സംഘടന അപേക്ഷ നൽകി. ഹേമ കമ്മിറ്റി കാട്ടിയത് വിശ്വാസവഞ്ചനയാണെന്നായിരുന്നു നടി മാലാ പാർവതിയുടെ പ്രതികരണം. കരുനാഗപ്പള്ളി കുലശേഖരം ലോക്കൽ സമ്മേളനത്തിലുണ്ടായ സംഘർഷത്തിൽ കർശന നടപടിയുണ്ടാകുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തെറ്റായ പ്രവണതകൾ ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാലും വെച്ചുപൊറുപ്പിക്കില്ല. തെറ്റ് ഉണ്ടാകുന്നതല്ല, അത് കൈകാര്യം ചെയ്യുന്നത് എങ്ങനെ എന്നതാണ് പ്രധാനം. സംഘടനാ തലത്തിൽ തന്നെ നടപടി ഉറപ്പാക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കരുനാഗപ്പള്ളിയിലെ CPM വിഭാഗീയതയുടെ പശ്ചാത്തലത്തിൽ CPM സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് ജില്ലയിലെത്തും. CPM ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും യോഗം ചേരുമെന്നും വിമതരുമായി ചർച്ച നടത്താൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ. തൊപ്പി എന്നറിയപ്പെടുന്ന യൂട്യൂബർ നിഹാദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി പോലീസിന്റെ റിപ്പോർട്ട് തേടി. തമ്മനത്തെ ഫ്ളാറ്റിൽ നിന്ന് രാസലഹരിയുമായി യുവാക്കളെ കസ്റ്റഡിയിലെടുത്ത കേസിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി തൊപ്പി എന്ന നിഹാദ് കോടതിയെ സമീപിച്ചത്. കേസ് അടുത്ത മാസം 4 പരിഗണിക്കും.
എരഞ്ഞിപ്പാലം ലോഡ്ജിൽ മലപ്പുറം വെട്ടത്തൂർ പട്ടിക്കാട് സ്വദേശി ഫസീല കൊല്ലപ്പെട്ട കേസിൽ പ്രതി പിടിയിൽ. തൃശൂർ തിരുവില്ലാമല സ്വദേശി അബ്ദുൽ സനൂഫ് ചെന്നൈയിൽ നിന്നാണ് പിടിയിലായത്. കോഴിക്കോട് നിന്നുള്ള പോലീസ് സംഘം അബ്ദുൽ സനൂഫിനെ കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ OP ടിക്കറ്റിന് ഡിസംബർ 1 മുതൽ 10 രൂപ ഫീസ് ഈടാക്കും. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ആശുപത്രി വികസന സമിതി യോഗത്തിന്റേതാണ് തീരുമാനം. മെഡിക്കൽ കോളേജ് ആശുപത്രി, IMCH, ഡെന്റൽ കോളേജ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചെസ്റ്റ് ഡിസീസസ് എന്നിവിടങ്ങളിൽ OP ടിക്കറ്റ് നിരക്ക് ബാധകമാണ്. 11 മാസമായി ശമ്പളം കിട്ടാത്തതിന്റെ വിഷമത്തിൽ സംസ്ഥാന സർക്കാരിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനമായ ട്രാക്കോ കേബിൾ കമ്പനിയിലെ ജീവനക്കാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കാക്കനാട് കാളങ്ങാട്ട് റോഡ് കൈരളി നഗറിൽ താമസിക്കുന്ന P. ഉണ്ണിയാണ് മരിച്ചത്. 54 വയസ്സായിരുന്നു. 11 മാസമായി ശമ്പളം കിട്ടാത്തതിന്റെ വിഷമത്തിലായിരുന്നുവെന്നും ഇതിൽ മനംനൊന്താണ് ജീവനൊടുക്കിയതെന്നും ജീവനക്കാരും കുടുംബവും ആരോപിച്ചു. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾക്ക് ജാമ്യം നൽകിയതിൽ ഹൈക്കോടതിക്ക് പിഴവുണ്ടായെന്ന് സുപ്രീംകോടതി. ഓരോ പ്രതിയുടെയും പങ്ക് പ്രത്യേകം പരിഗണിക്കണമായിരുന്നുവെന്നും 17 പ്രതികൾക്ക് ഒരുമിച്ച് ജാമ്യം അനുവദിച്ചതിൽ പിഴവ് പറ്റിയെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു. ജാമ്യത്തിനെതിരെ NIA നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി പ്രതികൾക്ക് നോട്ടീസ് അയച്ചു. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. കോൺഗ്രസ് രാജ്യത്തെ പൗരന്മാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും രോഷത്തിന്റെ പുറത്ത് രാജ്യത്തിനെതിരെ ഗൂഢാലോചന നടത്തുന്നതിന്റെ തിരക്കിലാണ് അവരെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അവരുടെ നുണകളുടെയും അപവാദങ്ങളുടെയും കട 50-60 കൊല്ലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇപ്പോൾ അവർ പ്രചാരണം ശക്തിപ്പെടുത്തിയിരിക്കുകയാണെന്നും ഈ സാഹചര്യത്തിൽ ഇത്തരം ആളുകളുടെ പ്രവൃത്തികളും ഉദ്ദേശങ്ങളും പ്രബുദ്ധരായ പൗരന്മാർക്കും BJP പ്രവർത്തകർക്കും രാജ്യത്തെയും ഭരണഘടനയെയും സ്നേഹിക്കുന്നവർക്കും വലിയ വെല്ലുവിളിയായി മാറുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ഫിൻജാൽ ചുഴലിക്കാറ്റായി മാറി. ഇന്ന് ഉച്ചയോടെ കാരക്കലിനും മഹാബലിപുരത്തിനും ഇടയിൽ കരതൊടുമെന്നാണ് വിവരം. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ചെന്നൈ അടക്കം വടക്കൻ ജില്ലകളിൽ റെഡ് അലർട്ടാണ്. 90 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഫിൻജാൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിൽ കനത്ത ജാഗ്രത. ചെന്നൈയിലേക്കും തിരിച്ചുമുള്ള 13 വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ചെന്നൈ അടക്കം 6 ജില്ലകളിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബീച്ചുകളിലും അമ്യൂസ്മെന്റ് പാർക്കുകളിലും പൊതുജനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അനാവശ്യമായി പുറത്തിറങ്ങരുതെന്നും വാരാന്ത്യത്തിൽ വിനോദ പരിപാടികൾ സംഘടിപ്പിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. ഫിൻജാൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിൽ രാഷ്ട്രപതിയുടെ ഇന്നത്തെ പരിപാടിയും റദ്ദാക്കിയിട്ടുണ്ട്. വിവാഹം കഴിക്കാൻ തയ്യാറായില്ല എന്നതുകൊണ്ട് മാത്രം ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ലെന്ന് കോടതി. കുറ്റാരോപിതൻ തന്റെ പ്രവർത്തികളിലൂടെ മരിച്ചയാൾക്ക് ആത്മഹത്യയല്ലാതെ മറ്റ് മാർഗങ്ങളില്ലെന്ന സാഹചര്യം സൃഷ്ടിച്ചാൽ മാത്രമേ കുറ്റം നിലനിൽക്കുകയുള്ളൂ എന്ന് കോടതി നിരീക്ഷിച്ചു. സൗരോർജ്ജ കരാറിന് കൈക്കൂലി നൽകിയെന്ന ആരോപണത്തിൽ അദാനി ഗ്രൂപ്പിനെതിരെ US അഴിമതിക്കുറ്റം ചുമത്തിയതിൽ പ്രതികരണവുമായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. ഇത് സംബന്ധിച്ച് അമേരിക്കയുമായി ഒരു ആശയവിനിമയവും നടന്നിട്ടില്ലെന്ന് മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മഹാരാഷ്ട്രയിലെ മഹായുതി സർക്കാരിന്റെ രൂപവൽക്കരണ ചർച്ചകൾ വഴിമുട്ടിയെന്ന് റിപ്പോർട്ടുകൾ. ഇന്നലെ നടക്കാനിരുന്ന മഹായുതി നേതാക്കളുടെ കൂടിക്കാഴ്ച അവസാന നിമിഷം മാറ്റി. മുൻ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ അപ്രതീക്ഷിതമായി ദില്ലിയിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചതോടെയാണ് ചർച്ച മാറ്റിവെച്ചത്. മഹാരാഷ്ട്ര ഹരിയാന തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് സമ്പൂർണ്ണ പുനഃസംഘടനയ്ക്ക് ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ടുകൾ. തോൽവി പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ട് കിട്ടിയാലുടൻ നടപടികൾ തുടങ്ങുമെന്ന് ദില്ലിയിൽ നടന്ന പ്രവർത്തക സമിതി യോഗത്തിനു ശേഷം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അറിയിച്ചു. തോൽവിയിൽ കൂട്ടുത്തരവാദിത്തമാണ് ഉള്ളതെന്നും പാർട്ടിയുടെ ഉണർവിനായി കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടിവരുമെന്നും പ്രവർത്തക സമിതിയിൽ നടത്തിയ ആമുഖ പ്രസംഗത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും വ്യക്തമാക്കി. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായ ഹിന്ദു സമൂഹത്തിന് നേർക്ക് അക്രമ സംഭവങ്ങൾ വർദ്ധിച്ചുവരുന്നതിൽ രാജ്യത്തെ ഗൌരവതരമായ ആശങ്ക അറിയിച്ച് ഇന്ത്യ. മാധ്യമങ്ങളുമായി നടത്തുന്ന പ്രതിവാര കൂടിക്കാഴ്ചയിലാണ് ബംഗ്ലാദേശിനെ ആശങ്ക അറിയിച്ച വിവരം വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. ചിന്മയി കൃഷ്ണദാസ് അടക്കം 17 ഹിന്ദു നേതാക്കളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച് ബംഗ്ലാദേശ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ്.
മുഴുവൻ സാമ്പത്തിക ഇടപാടുകളുടെയും രേഖകൾ പരിശോധിക്കാനും തീരുമാനമായി. അതേസമയം ഹിന്ദു സന്യാസി ചിന്മയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ അക്രമം വ്യാപകമാകുകയാണ്. കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് കൃഷ്ണദാസ് നിലവിൽ ചിറ്റഗോങ്ങിൽ ജയിലിലാണ്. ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുഗേഷും ചൈനയുടെ ഡിങ് ലിറനും ഏറ്റുമുട്ടുന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന്റെ 4ാം പോരാട്ടത്തിൽ സമനില. ഇതോടെ ഇരുവരുടെയും പോയിന്റ് നില 2-2. ചാമ്പ്യൻസ് ട്രോഫി വേദി സംബന്ധിച്ച ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൌൺസിലിന്റെ നിർണായക യോഗം തീരുമാനമാവാതെ പിരിഞ്ഞു. 20 മിനിറ്റ് മാത്രമാണ് യോഗം നീണ്ടുനിന്നത്. ഹൈബ്രിഡായി ടൂർണമെന്റ് നടത്തുന്നതിനെതിരായ നിലപാടിൽ പാകിസ്ഥാൻ ഉറച്ചു നിൽക്കുകയാണ്. ICC ചാമ്പ്യൻസ് ട്രോഫി വേദിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നോട്ടുവെച്ച ഹൈബ്രിഡ് മാതൃക പ്രായോഗികമെന്ന് ICC ബോർഡ് അംഗങ്ങൾ. ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിൽ നടത്തുന്നതിനോട് ബോർഡ് അംഗങ്ങൾ യോജിപ്പ് പ്രകടിപ്പിച്ചതോടെ ICCയിൽ പാകിസ്ഥാൻ ഒറ്റപ്പെട്ട നിലയിലാണ്. പാകിസ്ഥാനോട് നിലപാട് അറിയിക്കാൻ ICC ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് വഴങ്ങിയില്ലെങ്കിൽ ടൂർണമെന്റ് പാകിസ്ഥാനിൽ നിന്ന് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ICC പരിഗണിച്ചേക്കും. ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളുടെ ഏറ്റവും പുതിയ പട്ടിക ഫോബ്സ് പുറത്തുവിട്ടു. 1.3% വാർഷിക വളർച്ചാ നിരക്കുള്ള ലക്സംബർഗാണ് 1ാം സ്ഥാനത്ത്. തൊട്ടുപിന്നിൽ ഏഷ്യൻ രാജ്യമായ സിംഗപ്പൂരാണ്. മക്കാവു ആണ് ലോകരാജ്യങ്ങളുടെ പട്ടികയിൽ 3ാം സ്ഥാനത്തുള്ളത്. അയർലൻഡ് 4ാമതും ഖത്തർ 5ാമതുമായി ഇടം പിടിച്ചപ്പോൾ നോർവേയാണ് 6ാം സ്ഥാനത്ത്. സ്വിറ്റ്സർലൻഡ് 7ാം സ്ഥാനത്തും ബ്രൂണെ 8ാം സ്ഥാനത്തുമുള്ള പട്ടികയിൽ അമേരിക്കയാണ് 9ാമതായി ഇടം പിടിച്ചിട്ടുള്ളത്. ഡെൻമാർക്കിനാണ് 10ാം സ്ഥാനം. ലോകശക്തികളിൽ അമേരിക്കയാണ് പട്ടികയിൽ ആദ്യ 10ൽ ഇടം പിടിച്ച ഏക രാജ്യമെന്നതും ശ്രദ്ധേയമാണ്. പ്രതിശീർഷ GDPയാണ് വലിയ രാജ്യങ്ങളെ പട്ടികയിൽ പിന്നിലാക്കാൻ കാരണം. 200 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യക്ക് 129ാം സ്ഥാനമാണുള്ളത്. ലോകത്തെ ഏറ്റവും ദരിദ്ര രാജ്യമായ സൗത്ത് സുഡാനാണ് പട്ടികയിലെ 200ാം സ്ഥാനത്തുള്ളത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.